ഹലോ ഗുഡൻ ടാഗ് ഗൈസ്. ഈ ഒരു മാല എങ്ങനെയുണ്ട്? വ്ളോഗിങ് തലക്ക് പിടിച്ചു ലിറ്ററലി. ഈ മാലയുടെ വില എത്രയാണെന്നറിയോ? ഐ സ്പെൻഡ് 10,000 ഫോർ ദിസ് മാല. ഇത് ഞാൻ മുമ്പേ വാങ്ങിയതാണ്. ബൈ ദ വൈ, ഇന്ന് ഞാൻ ലാംഗ്വേജ് പഠിച്ചപ്പോൾ ഉണ്ടായ വൺ ഓഫ് ദി മെയിൻ എൻ്റെ പ്രശ്നം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഈ പ്രശ്നം എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിലൊരു മീറ്റപ്പ്, ഗ്രൂപ്പിലൊരു ഗൂഗിൾ മീറ്റ് ഞാൻ ഇട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഞാൻ മാത്രമല്ല ഈ സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയത്, എല്ലാവരും കടന്നുപോയി. അതുകൊണ്ട് എല്ലാവരും ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പരിധിവരെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്ര എത്തിയിട്ട് എന്തിനാ നിർത്തണേ എന്നുള്ളൊരു മൈൻഡ് കാരണമാണ് എല്ലാവരും നിർത്താത്തത്. സോ ഞാൻ എനിക്കുണ്ടായ സ്ട്രഗിൾസൊക്കെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം. ഇനി എങ്ങനെ ഞാനത് സർവൈവ് ചെയ്തു എന്ന് പറയാം. ഇറ്റ്സ് എ കോമഡി ആയിരിക്കും ഗൈസ്. അതാണ് എൻ്റെ ഗിംബലിൻ്റെ ഫോൺ വയ്ക്കാനുള്ള അഡാപ്റ്റർ. അതിനകത്താണ് ഞാൻ ഈ ഫോൺ വെച്ചിരിക്കുന്നത്. എൻ്റെ A1 അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് തരക്കേടില്ലാണ്ട് കഴിഞ്ഞു പോയി. A1 ഏതോ ഒരു രീതിക്ക് അങ്ങ് പാസ്സായി. A1 കഴിഞ്ഞിട്ട് നമ്മൾ A2ലേക്ക് കടന്നു. A2ലേക്ക് കടന്നപ്പോൾ അത്ര വലിയ സുഖം എനിക്ക് ഫീൽ ചെയ്തില്ല. A1 ഈസ് ദ ബേസ്, അത് അതിൻ്റെ ആ ഒരു ലാഘവത്തോടെ നമുക്ക് എടുക്കാം. പക്ഷേ A2ലെത്തിയപ്പോൾ എനിക്കങ്ങ് ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയായി. ലിറ്ററലി എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇതെന്താ പഠിപ്പിക്കുന്നത്, ഇതെങ്ങനെയാ പഠിക്കണേ, ഇനി എന്താ പഠിക്കണ്ടേ എന്നൊക്കെയുള്ള ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു സമയമായിരുന്നു. പക്ഷേ നമ്മൾ പറയുമല്ലോ ഈ സമയം കടന്നു പോകുന്നു, അതുപോലെ തന്നെ ആ ഒരു സമയം കടന്നുപോയി. ഐ ക്യാൻ ഓവർകം ഇറ്റ്. ഞാൻ എങ്ങനെയൊക്കെ അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും ഏതൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിൽ A1 തൊട്ട് A1ഉം B1ഉം A2ഉം ഒക്കെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ വന്ന വശം ഈ സാധനം ഇരുന്ന് കേൾക്കും. അതുപോലെ തന്നെ നമുക്ക് A1 ഹ്യോറൻ യൂട്യൂബിൽ നിന്നാണ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഒബ്വിയസ്ലി A2 ഹ്യോറൻ യൂട്യൂബിലുണ്ടാവും, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കിട്ടും. അപ്പം അങ്ങനെ കേട്ട് പഠിക്കാൻ തുടങ്ങി. പക്ഷേ ഞാൻ പറയാം, ഹ്യോറൻ കേട്ടതുകൊണ്ട് നമുക്ക് ലാംഗ്വേജ് പഠിക്കുന്നതിൽ ഇമ്പ്രൂവ്സ് വരുത്താൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ഞാൻ സെൻറ്റൻസ് സ്ട്രക്ചർ അങ്ങ് പഠിച്ച്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ പോലും ഞാനങ്ങ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അയ്യോ, ലിറ്ററലി സത്യമാണ് ഗൈസ്. ഞാൻ പിന്നെ മനസ്സിലാക്കി, എനിക്ക് ഒരുപാട് ഞാൻ എന്നിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തു. അതിന് ശേഷം ഞാൻ പഠിച്ചു തുടങ്ങി. അതായത് ഇന്ന സാധനങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണ്. എന്നിട്ട് ഞാൻ മാക്സിമം ടൈം എടുത്ത് അത് റിക്കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ A2 ക്ലാസ് എന്ന് പറയുമ്പോൾ എടുക്കുന്ന സമയത്ത് എല്ലാം മനസ്സിലാവും. പക്ഷേ ഇത് മനസ്സിലാവും, പക്ഷേ എങ്ങനെ അപ്ലൈ ചെയ്യണം, അപ്ലൈ ചെയ്ത് നോക്കുക, അതൊന്നും എനിക്ക് വലിയ ഇതുണ്ടായില്ല. A2 കണക്റ്റേഴ്സൊക്കെ എനിക്ക് സെറ്റായിരുന്നു. പക്ഷേ A2ലാണ് ഞാൻ കുറച്ചും കൂടെ ഒന്ന് സ്ട്രഗിളായി പോയത്. എനിക്ക് പ്രോപ്പറായിട്ട് ഇതൊന്നും മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഇത് ഹൗ, അല്ലെങ്കിൽ ഇതെന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഗൈസ്, ലിറ്ററലി. അതിനുശേഷം ഞാൻ അത് മെയിനായിട്ട് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അഗെയിൻ ക്ലാസ് കേട്ടു. അഗെയിൻ ക്ലാസ് കേൾക്കുമ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. ആ ചാനലിൻ്റെ പേര് ഏതൊരു അക്കാഡമിക്കാരുടെയാണ്. എനിക്ക് പിന്നെ ആ അക്കാഡമിക്കാർക്ക് പ്രമോഷൻ കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല ഗൈസ്. ഓക്കെ, സോ അങ്ങനെ ഞാൻ കേട്ട് ഒരുവിധം ഒരു സൈഡായി. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ B1ലായ ശേഷം ഞാൻ ഈ A2ൻ്റെ ക്ലാസ്സുകൾ A2ഉം ഒക്കെ ഞാൻ വീണ്ടും പ്രിപ്പയർ ചെയ്തു. അപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് A2 ക്ലിയർ ആയത്. അതായത് എൻ്റെ A2 ബേസ് എനിക്ക് കിട്ടിയത് ഞാൻ B1 കഴിഞ്ഞ സമയത്താണ്. B1 കഴിയാറായ സമയത്താണ് ഞാൻ A2 എനിക്ക് വീണ്ടും റിക്കവർ ചെയ്തത്. അതായത് ഇത്ര കാലം ഞാൻ പഠിച്ചിട്ടും ഞാൻ ഇതിൻ്റെ ഒരു ലെവൽ കൂടുതൽ പഠിച്ചു കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ A2 കിട്ടിയത്. ഇതാണ് സത്യം. ഞാൻ ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊക്കെ ഒറ്റവട്ടം തന്നെ കിട്ടുമായിരിക്കും, നോ ഇഷ്യൂ. അപ്പോൾ ഞാനീ പറയുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഒരിക്കലും അത് വെച്ച് കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. കാരണം ഞാൻ എൻ്റെ ഒരിതായിരിക്കില്ല എല്ലാവർക്കും. ഞാനൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഉള്ളതെന്ന് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞത്. ഇതെൻ്റെ ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്ര ഓപ്പണായിട്ട് പറയുന്നത്. ഓക്കെ, സോ അത് അങ്ങനെയായിരുന്നു. B1ലായപ്പോൾ ഞാൻ A1 വീണ്ടും സെറ്റ് ചെയ്തു. അപ്പോഴാണ് എനിക്ക് A1 ക്ലിയർ ആയത്. ഞാൻ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റി.
പിന്നെ B1 എനിക്ക് കുറച്ചും കൂടെ സ്മൂത്തി ആയിരുന്നു. എനിക്ക് ആകെ കൂടെ ടഫസ്റ്റ് ആയിട്ട് തോന്നിയത് ഈ പറഞ്ഞ പോലെ A2 ആണ്. ഈ A2ൽ ഞാനൊരു ബ്രേക്കായി നിന്നു. എനിക്കിനി ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ വരെ A2ൽ എത്തിയിട്ടുണ്ടായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ലെവലിലും, ഞാൻ പഠിച്ച എല്ലാ ലെവലിലും എനിക്കിത് സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നിപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. അത് ശരിയാണ്. ആഫ്റ്റർ ദാറ്റ് ഞാൻ അതിനെല്ലാം റിക്കവർ ചെയ്തു. ഇനി എനിക്ക് എൻ്റെ ആഗ്രഹം നടക്കും. സോ നിങ്ങളെ പ്രാർത്ഥന ഉണ്ടാവണം. നിങ്ങളുടെ ഇന്നത്തെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ഇടുക. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറഞ്ഞത്. വാട്ട് എവർ യു ക്യാൻ, നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടാവും, അതിലൊന്നും ഞാൻ ഒന്നും പറയില്ല. സോ ചൂസ്.